السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني. أعوذ بالله من الشيطان الرجيم. إنما المؤمنون الذين آمنوا بالله ورسوله ثم لم يرتابوا وجاهدوا بأموالهم وأنفسهم في سبيل الله أولئك هم الصادقون. صدق الله العظيم. നോമ്പ് പരിഗണിച്ച് വേറെ ചില കാര്യങ്ങളാണെന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഓതി വന്ന അൽ-ബഖറ അതിന്റെ ഒരു ജുസ് മാറ്റം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് മുതൽ നമുക്ക് മുന്നോട്ട് പോകാം. നോമ്പ് ആരോടാണ് നോമ്പെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്? യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ മുഅ്മിനീങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ടാണ്, മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ടാണ് നോമ്പെടുക്കാൻ പറഞ്ഞത്. നോമ്പ് നിർബന്ധമുള്ളത് മുഅ്മിനീങ്ങൾക്കാണ്. മുഅ്മിനീങ്ങളല്ലാത്തവർക്ക് നോമ്പ് നിർബന്ധമല്ല. വേണമെങ്കിൽ പട്ടിണി കിടക്കാം, നിരാഹാരം അനുഷ്ഠിക്കാം, അങ്ങനെ ചെയ്യാം. അതുകൊണ്ട് ശരീരത്തിന് എന്തെങ്കിലും ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കാം. ചിലപ്പോൾ മാനസികമായി ചില ആളുകൾക്ക് അതുകൊണ്ട് സുഖം കിട്ടും, അത് ആവാം, ഒന്നും കുഴപ്പമില്ല. പക്ഷെ നിർബന്ധമായും നോമ്പെടുക്കേണ്ടത് മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങൾക്ക് നോമ്പെടുക്കാനുള്ള സൗകര്യമൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നതും നല്ലൊരു കാര്യമാണ്. നമ്മൾ ആദ്യമായിട്ട് റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ ആരാണ് മുഅ്മിൻ എന്നൊരു ചോദ്യമുണ്ട്. ഏത് വ്യക്തിയാണ് എന്ന ചോദ്യമല്ല, എങ്ങനെയുള്ള സ്വഭാവക്കാരാണ് മുഅ്മിനാവുക, മുഅ്മിനാവാൻ എന്താണ് വേണ്ടത് എന്നതാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ ഒരാൾ വിശ്വാസിയാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം പേര് ചോദിക്കലാണ്. എന്താണ് പേര്? മുഅ്മിനാണ്. നിങ്ങളുടെ പേരോ? ചന്ദ്രൻ. ഗാഫറാണ് എന്നാണ് പെട്ടെന്ന് നമ്മൾ പറയാറുള്ളത്. സത്യമാണെങ്കിലും മുഅ്മിനത്താണ്, ശാന്തയാണെങ്കിൽ കാഫിരിയാണ് എന്നാണ് പറയാ. ബാബു, ഷാജി, ഇങ്ങനെയൊക്കെ ചില കോമൺ പേരുകളുണ്ട്. അപ്പൊ പിന്നെ നമ്മള് ഒരുത്തരോട് പേര് വെച്ചപ്പോ പറഞ്ഞു ഷാജി, തിരിഞ്ഞില്ല. അപ്പൊ പിന്നെ ഫാദറിന്റെ പേരെന്താന്ന് വെച്ചപ്പോ ബാബു പറഞ്ഞു. അങ്ങനെ അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ നോക്കുമ്പോൾ നമ്മൾ ചരിത്രമാണല്ലോ നോക്കുക, പ്രമാണം എന്താണെന്ന് മനസ്സിലാവുക. പേര് എന്ന് പറയുന്ന ഒരു സംഗതി അല്ല യഥാർത്ഥത്തിൽ ഈമാൻ എന്ന് പറയുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വല്ലാതെ തെറ്റിദ്ധരിച്ചു ഞങ്ങളുടെ പൂർവികരെയൊക്കെ ആക്ഷേപിക്കുന്നവനും ശകാരിക്കുന്നവനുമാണ് നബി എന്ന് വിചാരിച്ചു
നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന പ്രശ്നക്കാരനാണ് എന്ന് വിചാരിച്ച് ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു കളയാം എന്ന് തീരുമാനിച്ച് കൊല്ലാൻ വേണ്ടി പോയ ഒരാൾ. അദ്ദേഹത്തിന്റെ പേര് ഉമർ എന്നായിരുന്നു. ഉമർ ബിൻ ഖത്താബ്. പിന്നെ അദ്ദേഹത്തിന് കാര്യമൊക്കെ മനസ്സിലായി. ഞാൻ വിശദീകരിക്കേണ്ടതിന്റെ കടം മുമ്പിൽ നിന്നുള്ളതുകൊണ്ടാണ് എങ്ങനെ കാര്യം മനസ്സിലായിരുന്നു. അങ്ങനെ മനസ്സിലായതിനു ശേഷം അദ്ദേഹം വിശ്വാസിയായി എന്ന് മാത്രമല്ല, അതിൽ ഒരുപാട് മുന്നോട്ട് പോയി. വിശ്വാസങ്ങളുടെ ഏറ്റവും അടുത്ത അനുയായികളിൽ ഒരാളായി. അപ്പോഴും അദ്ദേഹത്തിന്റെ പേര് ഉമർ അല്ലെങ്കിൽ ഉമർ എന്നാണ്. അപ്പൊ സ്വഹാബിമാരുടെ ഒക്കെ പേര് കൂട്ടിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അബ്ദുള്ള, വിശ്വാസങ്ങളുടെ ഉപ്പാന്റെ പേര് അബ്ദുള്ള എന്നായിരുന്നു. ഇവിടെ ഏറ്റവും അടുത്ത സഹാബിമാരിൽ ധാരാളം അബ്ദുള്ളമാരുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ആൾക്കാർ. നബിക്ക് മദീനയിലേക്ക് വഴികാട്ടിയ ഒരു മുശ്രിക് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് അബ്ദുല്ലാഹ് ബിൻ ഉറൈഖ് എന്നായിരുന്നു. അദ്ദേഹം മുശ്രിക്ക. മദീനയിലെത്തിയപ്പോ അവിടെ ഒരു അബ്ദുള്ള ഉണ്ടായിരുന്നു. അയാൾ മുനാഫിക്കാണ്. അബ്ദുല്ലാഹ് ബിൻ ഉബയ്യ്. അപ്പൊ എന്താ പേര്? അബ്ദുള്ള എന്ന് പറഞ്ഞാൽ മുഅ്മിനാണോ മുശ്രിക്കാണോ മുനാഫിക്കാണോ തിരിയില്ല. അല്ല, പേരും അങ്ങനെയാണ്. പേര് എന്നതല്ല ഒരാൾ മുഅ്മിനാവണമെങ്കിൽ ആവശ്യം. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ഇതിനെ തെറ്റി ആൾക്കാരെ മനസ്സിലാക്കുന്നതിന്റെ ഒരു കാര്യം തെറ്റി. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വാപ്പ ആരാണെന്ന് നോക്കലാണ്. വാപ്പ മുഅ്മിനാണെങ്കിൽ മുഅ്മിനാവുക എന്നതാണ് നമ്മുടെ നാട്ടിലൊരു രീതി. പക്ഷേ നൂഹ് നബിന്റെ മുഅ്മിനായിരുന്നില്ല. നൂഹ് നബി എന്ന് പറയുന്നത് വർഷങ്ങളോളം ദഅവത്ത് നടത്തിയ ആളാണ്. അദ്ദേഹത്തിന്റെ മകനെ കുറിച്ച് അദ്ദേഹം മുഅ്മിനായതുകൊണ്ട് മുഅ്മിനാവുന്നില്ല. ഇനി മുഅ്മിനായതുകൊണ്ട് വാപ്പ മുഅ്മിനാവുന്നില്ല. അതാണ് ഇബ്രാഹിം നബിയുടെ വാപ്പ മുഅ്മിനല്ല. ഇബ്രാഹിം നബി എന്ന് പറഞ്ഞാൽ ആരാണ്? ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ വാപ്പ മുഅ്മിനല്ല. ഇനി ഭർത്താവ് മുഅ്മിനായതുകൊണ്ട് ഭാര്യ ആയിക്കൊള്ളുന്നില്ല. ലൂത്ത് നബിന്റെ ഭാര്യ മുഅ്മിനത്തായിരുന്നില്ല. ഫിർഔനിന്റെ ഭാര്യ മുഅ്മിനത്തായിരുന്നു, അല്ലെ? പക്ഷെ ഫിർഔന് ഇംറാഅത്തു ഫിർഔൻ എന്ന് പറയുന്നത്, ഫിർഔനിന്റെ ഭാര്യ എന്ന് പറയുന്നത് നമുക്ക് വിശ്വാസി സമൂഹത്തിന് തന്നെ മാതൃകയായിട്ട് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഭർത്താവ്. ചില ആൾക്കാർ അങ്ങനെയുണ്ട്. ഓള് ഖുർആൻ ക്ലാസ്സിനുണ്ട്, അതുകൊണ്ട് കുറേയൊക്കെ തന്നെ മദീന ചെയ്യുന്നു. തിരിച്ചുണ്ട്. അപ്പൊ അങ്ങനൊന്നും കാര്യമില്ല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത കുടുംബമായതുകൊണ്ട് ഖുർആനില് പേരെടുത്ത് ശപിച്ചത് അബൂ ലഹബ് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരനാണ്. അപ്പൊ വാപ്പ മരിച്ചു പോയാൽ വാപ്പാന്റെ സ്ഥാനത്ത് മോനെ ഏറ്റെടുക്കേണ്ട ആളാണ്. അപ്പോ അങ്ങനെ ആണെങ്കിലും അദ്ദേഹവും മുഅ്മിനല്ലാതെ മാത്രമല്ല ശപിക്കപ്പെട്ട ഒരാളായിരുന്നു. അതിനേക്കാളും അടുത്തൊരു കുടുംബമൊന്നും അതിനേക്കാൾ അടുത്തൊരു കുടുംബമൊന്നും നമുക്ക് കാണാൻ പറ്റുന്ന അകലത്തിലില്ല. അപ്പൊ ഈ പേരും കുടുംബം, സമുദായം, ജാതി, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഒരാൾ മുഅ്മിനാണ് എന്നതിന്റെ തെളിവായിട്ട് പറയാൻ പറ്റില്ല. ഇനി അനുഷ്ഠാനങ്ങൾ കൊണ്ട് മുഅ്മിനാകുമോ എന്നതാണ് ചോദ്യം. നിസ്കാരം കൊണ്ട് മുഅ്മിനാകുമോ? അപ്പോഴാണ് നമ്മളോട് ഖുർആൻ പറയുന്നത് നിസ്കരിക്കുന്നവർക്ക് വൈൽ എന്ന് പറഞ്ഞാൽ നരകത്തിലെ അതികഠിനമായ ഒരു തെരുവാണ്.
വയലെന്ന് പറയുന്നത് നരകത്തിലെ അതികഠിനമായ ഒരു ചെരുവാണ്. അതുള്ളത് ആർക്കാണെന്ന് വെച്ചാൽ നിസ്കാരക്കാർക്കാണ്. അപ്പൊ എല്ലാ നിസ്കാരക്കാരും സ്വർഗം കിട്ടുന്ന നിസ്കാരക്കാരല്ല. അത് ഖിബിലേക്ക് നേരെ നിൽക്കാത്തത് കൊണ്ടല്ല, ചൊല്ലുന്നത് വേറെന്തെങ്കിലും ആയതുകൊണ്ടല്ല, റുക്കൂ 4 സുജൂദ് അങ്ങനൊന്നും കുറഞ്ഞു കൂടി പോയതുകൊണ്ടല്ല. നിസ്കാരത്തിന്റെ ഭൗതിക രൂപമൊക്കെ ഒരേപോലെ തന്നെയാണ്. പക്ഷേ എന്താണ്? വൈലുൽ മുസല്ലീൻ, നിസ്കാരക്കാർക്ക് നാശം എന്ന് പറയപ്പെട്ടു. നോമ്പിനെ കുറിച്ചും അങ്ങനെ ഉണ്ട്. കമ്മിൻ സായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലല്ലാഹ്. എത്ര നോമ്പുകാർ അവരുടെ നോമ്പ് കൊണ്ട് അവർക്ക് പട്ടിണിയല്ലാത്ത ഒന്നും കിട്ടുന്നില്ല. നിസ്കാരം കൊണ്ട് നോമ്പ് കൊണ്ട് മുക്മിനായിക്കൊള്ളണമെന്നില്ല. ഹജ്ജിന് പോയാൽ മുക്മിനാവോ? ചില ആളുകളുടെ തൽബിയത്തിനെ കുറിച്ച് പറയുന്നു. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് പറയുമ്പോൾ മലക്കുകൾ പറയും ലാ ലബ്ബൈക വലാ സഅദൈക്. നിങ്ങളുടെ ലബ്ബൈക്കും വേണ്ട, നിങ്ങളുടെ പരിശ്രമവും വേണ്ട, ആവശ്യമില്ല, ഒന്ന് സ്വീകരിക്കൂല. അപ്പൊ നമ്മളെ ആജി ആജി എന്ന് വിളിക്കുന്ന പല ആൾക്കാരും ശരിക്കും ആജി അല്ല. കാരണം അതൊന്നും സ്വീകരിച്ചിട്ടുണ്ടാവില്ല. ഇതിലൊന്നും വിധി പറയാൻ നമ്മളെ ഏൽപ്പിച്ചില്ല. ഓന്റെ നിസ്കാരം ശരി, ഓളതും ശരി, മറ്റോളത് തെറ്റെന്നൊന്നും പറയാൻ പാടില്ല. അത് അള്ളാഹുവിൽ മാത്രം ഉള്ള ഒരു അറിവാണ്. ഓന്റെ നോമ്പ് ശരിയാണ്, ഇവന്റെ നോമ്പ് ശരിയല്ല എന്നൊന്നും പറയാൻ പാടില്ല. വ്യക്തിയെ ചേർത്തുകൊണ്ട് പറയാൻ പാടില്ല. അതേസമയത്ത് ഇങ്ങനെയുള്ള നിസ്കാരം തെറ്റാണ്, ഇങ്ങനെയുള്ള നോമ്പ് തെറ്റാണ് എന്നൊക്കെ പറയാം. ആളെ കുറിച്ച് പറയാൻ നമുക്ക് അവകാശമില്ല. നിഫാഖ് എന്ന് പറഞ്ഞാൽ ഇന്നതൊക്കെയാണ്, അല്ലാണ്ട് ഇന്ന ആള് മുനാഫിക്കാണെന്ന് പറയാൻ പറ്റൂല. കാരണം അതൊക്കെ വളരെ നിഗൂഢമായ അദൃശ്യമായ ജ്ഞാനത്തിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഇന്ന ആൾക്കാര് മുനാഫിക്കാണ് എന്ന് എല്ലാരോടും പറഞ്ഞില്ല. ഇല്ല, ഇത് എന്റെ മാത്രം ശബ്ദമാണ്, ഇതിലാർക്കും പങ്കില്ല. ചിലപ്പോൾ നമ്മൾ സ്വയം ആംപ്ലിഫയർ ആയിട്ട് മാറും. പക്ഷെ ഇന്നത്തെ ഒരു പ്രത്യേകത, ക്ലാസ് കഴിഞ്ഞാൽ വെള്ളം കുടിച്ചുകൂടാന്നുള്ള. അപ്പോ അനുഷ്ഠാനങ്ങൾ കൊണ്ട് ഒരാൾ മുക്മിനാവണം എന്നില്ല. ഈ പറഞ്ഞതിന്റെ അർത്ഥം ആവണം എന്നില്ല എന്നാണ്. ആവുകയും ചെയ്യാം. അബ്ദുള്ള എന്ന് പേരുള്ള ഒരാൾ മുക്മിനാവാം, വാപ്പ മുക്മിനാണ്, മോനും മുക്മിനാണ്, അങ്ങനെ ആവാം. കാരണം വാപ്പ നബിയാണ്, മോൻ നബിയാണ്, മോന്റെ മോൻ നബിയാണ്, അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോ അത് പറ്റൂല, അത് ഞങ്ങൾ സമ്മതിക്കൂല എന്നൊന്നും പറയാൻ പാടില്ല. അങ്ങനെയൊക്കെ ആവാം. വാപ്പ പ്രസിഡന്റാണ്, മോനും പ്രസിഡന്റാണ്, മോന്റെ മോൻ പ്രസിഡന്റ് ആകുമ്പോ അത് പറ്റൂല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ സ്വജനപക്ഷപാതത്തിലൂടെ കയറാൻ പാടില്ല എന്നേ ഉള്ളൂ. അതേസമയത്ത് അർഹതപ്പെട്ട ആളാണെങ്കിൽ അങ്ങനെ ആകാവുന്നതാണ്, അതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇനി ഞാൻ മുക്മിനാണ് എന്നൊരാൾ പറഞ്ഞു എന്ന് വിചാരിക്കുക, അതുകൊണ്ട് മുക്മിനാവോ എന്നുള്ളതാണ്. ജനങ്ങളിൽ ചില ആളുകൾ പറയുന്നു, ഞങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അള്ളാഹു പറയാണ് എന്നാൽ അവർ മുഅ്മിനീങ്ങൾ അല്ല. അള്ളാഹു പറയാറ് അള്ളാഹുവിന്റെ അടുത്ത് അദൃശ്യജ്ഞാനമുണ്ട്, എല്ലാം അറിയുന്നവരാണ് അള്ളാഹു. അള്ളാഹു പറയാണ് അങ്ങനെ പറയുന്നതുകൊണ്ട് മാത്രം ഒരാള് മുഅ്മിനാവില്ല. അറാബികളായ കട്ടർബികളായ അല്ലെങ്കിൽ അപരിഷ്കൃതരായ ഒരു സമൂഹം വന്നിട്ട് നബിയോട് പറഞ്ഞു, ആമന്ന, ഞങ്ങൾ മുസ്ലിമാണ്. റസൂലൊന്നും വേണ്ടിയല്ലോ. അല്ലാഹു പറയാണ്, ഖുൽ, പറയുക നബിയെ, ലം തുഅ്മിനു, നിങ്ങൾ മുഅ്മിനീങ്ങളായിട്ടില്ല.
നിങ്ങൾ മുഅ്മിനീങ്ങളാണ്. വലാകിൻ പക്ഷേ എന്നാൽ ഖൂലു അസ്ലംനാ ഞങ്ങൾ അടങ്ങി ഒതുങ്ങി കീഴൊതുങ്ങി കീഴ്പ്പെട്ട്, അതായത് അവിടുത്തെ നിയമമൊക്കെ പാലിച്ച് അങ്ങനെ കഴിയാം, അങ്ങനെ കഴിയുന്നവരാണ് എന്ന് പറഞ്ഞോളൂ. എന്താണ്? നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഈമാൻ കയറിയിട്ടില്ല. ഇതാണ്. അപ്പൊ ഈമാൻ എന്ന് പറയുന്ന സാധനം കൈമലും കാലുമലും ഒന്നും കയറുന്ന സാധനമല്ല, അത് ഹൃദയത്തിൽ കയറുന്ന സാധനം. പക്ഷെ ഹൃദയത്തിൽ ഈമാൻ ഉണ്ടെങ്കിൽ അത് കൈമലും കാലുമലൊക്കെ കാണും എന്നതാണ്. ഈ ഹൃദയം ഏതാണ്? രക്തം പമ്പ് ചെയ്യുന്ന നമ്മുടെ ശരീരത്തിലെ ഒരു അവയവമുണ്ട്, ഹൃദയം എന്ന് പറഞ്ഞു. ആ ഹൃദയമല്ല. അശുദ്ധ രക്തത്തെ സ്വീകരിച്ച് എല്ലാ രക്തത്തെയും സ്വീകരിച്ച് ഫിൽട്ടർ ചെയ്ത് ശുദ്ധരക്തമാക്കി മാറ്റുന്ന ഒരു ഏർപ്പാടാണ്. ആ ഹൃദയമല്ല ഇത്. ഹൃദയത്തിന് ചിലപ്പോ ഓപ്പറേഷൻ ഒക്കെ ചെയ്യുന്നു. ഒരാളെ ഹൃദയം ഓപ്പറേഷൻ ചെയ്തിട്ട് മുക്കിനാക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ മുക്കിന്റെ ഹൃദയം കട്ട് ചെയ്തിട്ട് കാപ്പെന്ന് വെച്ചാൽ പിന്നെ വന്നൊരു മുക്കിനാണില്ല. കാരണം ഹൃദയം മാറ്റ ശസ്ത്രക്രിയൊക്കെ നടക്കും. അപ്പൊ ഇതൊന്നും ഈ ഹൃദയത്തിന് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ ഏത് ഹൃദയമാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ കാണാത്ത നമുക്കുള്ളിലെ നമ്മളെയാണ് അങ്ങനെ പറയുന്നത്. നമ്മുടെ ഉള്ളിലൊരു നമ്മളുണ്ട്, നമ്മുടെ ഉള്ളിലൊരു നമ്മളുണ്ട്, അതാണ് നമ്മൾ. നീ ആരാന്ന് വെച്ചാൽ ഞാൻ ആരാണെന്നൊക്കെ പറയുന്നത് ഞാനുണ്ടല്ലോ, അതാണ് യഥാർത്ഥത്തിൽ ശരി, അതാണ് ഹക്ക്. നമ്മൾ ഇങ്ങനെ കാണുന്ന നോക്കണ്ട, നമ്മുടെ ഉള്ളിലൊരു നമ്മളുണ്ട് വേറെ, അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ. മറ്റേത് പുറത്തേക്ക് ഇങ്ങനെ കാണുന്ന ഒരു രൂപമാണ്. ഈ രൂപം ഇവിടെ വെച്ചിട്ടാ പോവാ, അത് കൊണ്ടുപോകില്ല. ശരീരം അത് നമ്മൾക്ക് കിട്ടിയത് ഗർഭാശയത്തിൽ നിന്നാണ്. അതുമായിട്ട് ഇവിടെ ജനിച്ചു, ഇവിടെ ജീവിച്ച് ഒരു കുപ്പായ പോയിടുന്ന മാതിരി അതുകൊണ്ട് വെച്ചിട്ട് പോകും. അപ്പൊ ഈ പോയി എന്ന് പറയുന്നത് എന്താണ്? അതാണ് യഥാർത്ഥത്തിൽ ആ ആളാണ് പോവാ. ആള് വന്ന പോലെ അയാൾ പോവും. നഫ്സ് എന്ന് പറയാം, നഫ്സിനെ ശരീരത്തിൽ നഫ്സ് എന്ന് പറയാം. വ്യത്യസ്ത സന്ദർഭത്തിലാണ് പറയുന്നത്. നമ്മുടെ കൈ എന്തെങ്കിലും നമ്മുടെ കൈ എന്ന് പറയുന്നതിലൊന്നും അർത്ഥമല്ല. കാരണം ഇത് 10 കൊല്ലം മുമ്പുള്ളതല്ലത്. ഞാൻ വിചാരിക്കുന്നത് ഞാൻ ജനിച്ചു മുതലേ എനിക്ക് കൈ തന്നെയാണ്. ജനിച്ചു മുതലുള്ള കൈയൊക്കെ പോയി, ഇത് വേറെയാണ്. യാത്ര ഭ്രാന്ത് അറിയുമെന്ന് വിചാരിച്ച് നോക്കുക. അങ്ങനല്ല, നമ്മുടെ കോശങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യും? നശിച്ച് മാറി 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 നമ്മുടെ ചെറിയൊരു മുറിവ് വന്ന് കുറച്ച് കഴിഞ്ഞാൽ എന്താകുന്നുണ്ട്? മുറി കൂടി പോയി. ചില അടയാളം മാത്രമാണ്, പക്ഷെ എന്നാലും മാറ്റം. നമ്മുടെ മുടി വേറെ വരുന്നുണ്ട്. രക്തം തന്നെ എന്താകുന്നുണ്ട്? നെക്സ്റ്റ് വേറെ ഉണ്ടായി വരുന്നുണ്ട്. ചെറുപ്പത്തിലുള്ള രക്തമല്ല. ചില വീട്ടിൽ കൊല്ലങ്ങളോളം പഴക്കമുള്ള ചോറുണ്ടാവും. കൊല്ലങ്ങളോളം പഴക്കമുള്ള ചോറുണ്ടാവും ചില വീട്ടിൽ. നമ്മളെ വീട്ടിലുണ്ടോ നമുക്ക് അറിയില്ല. എനിക്ക് പരിചയമുള്ള ഒരു കുടുംബത്തിൽ അങ്ങനെ ചോറുണ്ട്. ഒന്നുമില്ല, ഉച്ചക്ക് ചോറ് വെക്കും, അത് കുറച്ചധികം വെക്കും. അല്ലെങ്കിൽ വരുന്നൊക്കെ വിചാരിച്ചിട്ട് വിരുന്നുകാര് വരും എന്നൊക്കെ വിചാരിക്കല്ലോ. എന്നിട്ട് രാത്രി ചോറ് വെക്കുമ്പോ ഈ ബാക്കിയുള്ള അതിലേക്ക് വരും. അതിങ്ങനെ തുടരാണ്, കൊല്ലങ്ങളായാലും തുടരാണ്. ഉച്ചക്കത്തെ ചോറ് ബാക്കിയുള്ളത് രാത്രിക്കത്തെ ചോറുണ്ടാക്കുമ്പോ അതിലിടും, രാത്രി ബാക്കിയുള്ളത് പിറ്റേന്തേലും ഇടും. അപ്പൊ ഇങ്ങനെ തുടരാണ്. അപ്പൊ ഏതോ കുറച്ച് വറ്റൊക്കെ കൊല്ലങ്ങളായിട്ട് സഞ്ചരിക്കുന്നുണ്ടാവും, പറയാൻ പറ്റില്ല. അങ്ങനെ അല്ല നമ്മുടെ ശരീരം. പക്ഷെ റൂഹ് അന്ന് വന്ന ആൾ തന്നെയാണ്. അത് ഇടയ്ക്കിടയ്ക്ക് മാറിയിട്ടില്ല.
ആ ആൾക്ക് വളർച്ച വികാസമൊക്കെ ഉണ്ടാകുന്നുണ്ട്, നന്നാകുന്നുണ്ട്, വെടുക്കാകുന്നുണ്ട്, ഇരുണ്ടു പോകുന്നുണ്ട്, പ്രകാശം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ആ ആള് അവിടെ, അതാണ് നമ്മൾ അവിടെ. അപ്പൊ ഏതായാലും ഹൃദയത്തിലേക്ക് ഈമാൻ പ്രവേശിക്കുക എന്ന് പറയുന്ന ഒരു സംഗതി. ഹൃദയത്തിലേക്ക് ഈമാൻ പ്രവേശിക്കുക. എന്നിട്ട് അള്ളാഹു പറയാണ്, നിങ്ങൾ മുഅ്മിനീങ്ങളല്ല എന്ന് അവരോട് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയാണ്, ഇന്നമൽ മുഅ്മിനൂൻ, നിശ്ചയമായും മുഅ്മിൻ എന്ന് പറയുന്നു. ഈ എന്റെ ക്ലാസ്സിന് ശേഷവും ഇവിടെ ഒരു ക്ലാസ് ഉണ്ടാവും. അപ്പോഴേക്കും മൈക്ക് നന്നാക്കിയാൽ ആ ക്ലാസ് നന്നായിട്ട് എടുക്കാൻ അദ്ദേഹത്തിന് കഴിയും. നമ്മളെ തമ്മിലാവും പിന്നെ എല്ലാ ആഴ്ചയും കാണുന്നുണ്ട് വലിയൊരു പ്രയാസമില്ല. ആ വരുന്ന ആളെ ഇടുന്നോ ഇതിനായിട്ട് വിജയിക്കും, കറിയിലാരാണ്. അപ്പൊ ഇത് എവിടെയെങ്കിലും ഉരി കുത്താൻ പറ്റെങ്കിൽ ശ്രമിച്ചാൽ നല്ലതാണ്. അപ്പോ ഇന്നമൽ മുഅ്മിനൂൻ, ഇന്നമ എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ പരിമിതപ്പെടുത്തലാണ്. എന്ന് പറഞ്ഞാൽ ഇനി പറയാൻ പോണത് മാത്രമാണ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നിങ്ങൾ മുഅ്മിനീങ്ങളല്ല എന്ന് ഞങ്ങൾ മുഅ്മിനീങ്ങളാണെന്ന് വന്ന് പറഞ്ഞവരോട് പറയാൻ വേണ്ടി പറഞ്ഞു. ഇനി ശരിക്കും ആരാണ് മുഅ്മിൻ എന്ന് പറയാം. ഇന്നമൽ മുഅ്മിൻ, നിശ്ചയമായി മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നത് അല്ലദീന, അതൊരു കൂട്ടരാണ്. ആമനൂ ബില്ലാഹ്, അവരുടെ പ്രത്യേകത അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ മലയാളത്തിലുള്ള ഒരു പദമാണ്. വിശ്വാസം, അന്ധവിശ്വാസം, പിന്നെന്താണ് അവിശ്വാസം, അല്ലെ? അങ്ങനെ കുറെ സംഗതികൾ നമ്മുടെ മലയാള ഭാഷയുള്ള ഒരു പദമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഈമാൻ എന്ന് പറയുന്നതിന് കുറെ കൂടി വിശാലമായ ഒരു അർത്ഥമാണ് ഉള്ളത്. ഈ വിശ്വാസം എന്ന് പറയുന്നത് മാത്രം അത് അറബി ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്, അല്ലെങ്കിൽ മലയാളത്തിലെ ഒരു പരിമിതിയാണ് എന്നൊക്കെ പറയാം. വിശ്വാസം എന്ന് പറയുമ്പോൾ സംഗതിനേക്കാൾ വിശാലമാണ് മുഅ്മിൻ, ഈമാൻ. അമ്ന് എന്ന പദത്തിൽ നിന്നാണ് ഈമാൻ എന്ന പദം ഉണ്ടാകുന്നത്. നമ്മൾ ആമിന എന്ന് പറയും. അമ്ന്, നിർഭയത്വം. അപ്പോൾ ഈമാൻ എന്ന് പറഞ്ഞാൽ നിർഭയത്വമാണ്. എന്താ നിർഭയത്വം എന്ന് പറഞ്ഞാൽ? ഭയമില്ലാത്ത അവസ്ഥയാണ്. എന്ത് ഭയമില്ലാത്ത അവസ്ഥയാണ് എന്നതാണ് നോക്കേണ്ടത്. അള്ളാഹു ഉണ്ട്, അള്ളാഹുവിലുള്ള ഈമാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉണ്ട്, അതുകൊണ്ട് എനിക്ക് അള്ളാഹ് മതി, അതുകൊണ്ട് എനിക്ക് അള്ളല്ലാത്ത ആരെയും ഓടില്ല. ഇതാണ് ഈമാൻ. നിങ്ങൾ സൂറത്തുൽ ബഖറയുടെ തുടക്കം നോക്കിയാൽ കാണാം, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. ഗൈബ് എന്ന് പറഞ്ഞാൽ അദൃശ്യം. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യത്തിൽ തന്നെ നിർഭയത്വമുള്ളവർ. അള്ളാഹുവിനെ കാണുന്നില്ല, കണ്ടിട്ടില്ല. പക്ഷെ അള്ളാഹുവിനെ കണ്ടിട്ടില്ലെങ്കിലും കാണുന്നില്ലെങ്കിലും ധൈര്യം, ഒരു റബ്ബ്. ഇന്ന മഅയ റബ്ബി, റബ്ബ് എന്റെ കൂടെ ഉണ്ട്, റബ്ബ് എന്റെ കൂടെയുണ്ട്. രാത്രി നമ്മൾ വീണ്ടും ഒറ്റക്കല്ല, ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്താണ്, എന്തോ ഒരു ധൈര്യം. അതേ വീട് തന്നെയാണ്, പക്ഷെ ഒറ്റക്കാകുമ്പോൾ ഒന്നും കൂടി ഒന്നിങ്ങനെ, അല്ലെ? പെണ്ണുങ്ങൾ മാത്രമല്ല, ആണുങ്ങളും അങ്ങനെയാണ്. ആണുങ്ങളെ പുറത്തു കളിക്കില്ലെന്ന്. അപ്പോ വലിയൊരു വീട്ടിൽ ഒരു റൂമിൽ ആവുമ്പോ അടുക്കളയിൽ പോകാതെ സംഭവിക്കണമെന്ന് ഞാൻ ആലോചിച്ചു. അവിടെയൊക്കെ ആളുണ്ടെങ്കിലും തോന്നും. ഞാൻ ഒറ്റക്കാണ് എന്ന് തോന്നുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയല്ല, എന്റെ കൂടെ ആളുകളുണ്ട്.
ഉണ്ട് എന്നാണെങ്കിലോ ഇതിന് പറയാൻ വേണം. അപ്പൊ ഇന്ന മഴയ റബ്ബി, നിശ്ചയമായും എന്റെ റബ്ബ് എന്റെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇതിനെ ബേജാറാണ്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, പേടിക്കണ്ട, അല്ലാഹ് നമ്മളെ കൂടെ ഉണ്ട്. എന്നെ പേടിക്കുന്നത് അല്ലാഹു നമ്മളെ കൂടെ ഉണ്ട്. മൂന്നാമനായിട്ട് അള്ളാഹു കൂടെയുള്ള രണ്ടാൾക്കാർക്ക് എന്ത് ബേജാറ എന്ന് ചോദിച്ചു. ഇതിനെയാണ് ഈമാൻ എന്ന് പറയാം. അമ്മിൻ, നിർഭയനാവുക, നിർഭയത്വം ഉണ്ടാവുക. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അതാണ് ഇവിടെ പറഞ്ഞത്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ഇപ്പറയുന്നവർ മാത്രമാണ്. അവർ അല്ലാഹുവിൽ ഈമാനുള്ളവരാണ്, അവർ റസൂലിൽ ഈമാനുള്ളവരാണ്. അല്ലാഹുവിൽ ഈമാൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഈമാൻ കാര്യം നമ്മൾ പഠിച്ചില്ലേ, ആ ഈമാൻ കാര്യമൊക്കെ അതിന്റെ ഭാഗമാണ്. അതേപോലെ തന്നെ അസ്മാ സിഫാത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള അല്ലാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും. തൗഹീദ് പഠിക്കുമ്പോ പണ്ഡിതന്മാരെ അതിനെ വിഭജിച്ച് പഠിപ്പിച്ചു. തൗഹീദ് എന്നുള്ള പദം തന്നെ ഖുർആനിലില്ല, പക്ഷെ തൗഹീദിൽ പ്രധാനപ്പെട്ട സംഗതിയാണ്. ആ പേര് ഖുർആനിലില്ല. ഖുർആനില് കലിമ എന്നൊക്കെയാണ് ഉണ്ടാവുക, ഷഹാദ, കലിമ, ഈമാൻ എന്നൊക്കെയാണ് ഖുർആനിലുണ്ട്. പക്ഷെ അത് പഠിക്കാൻ വേണ്ടിയുള്ള ഒരു സൗകര്യത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ തൗഹീദ് എന്ന് പേര് പറയുന്നത്. അത് പിൽക്കാലത്ത് വന്നതാണ്. ആ തൗഹീദിനെ വിഭജിക്കും. റുബൂബിയത്തിലെ തൗഹീദ്, ഉലൂഹിയത്തിലെ തൗഹീദ്, തൗഹീദ് അസ്മാവ സിഫാത്തിലെ തൗഹീദ് എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നാമങ്ങളിലും വിശേഷണങ്ങളിലുമുള്ള തൗഹീദ്. അള്ളാഹുവിന് എത്ര പേരുണ്ട്, അത് അള്ളാഹുവിന്റെ മാത്രം പേരാണ്. അള്ളാഹു അസ്സമദാണ്, വേറൊരുത്തനും അസ്സമദാണെന്ന് വിചാരിക്കാൻ പാടില്ല, അത് ശുക്രാണ്. അള്ളാഹു ആണ് റാസിഖ്, വേറെ ഒരുത്തനും കൂടി റാസിഖ് ആണ് എന്ന് വിചാരിക്കാൻ പാടില്ല. അള്ളാഹു അർറഹ്മാനാണ്, വേറെ ഒരുത്തനും അർറഹ്മാൻ ആവൂല. പരിമിതമായ അർത്ഥത്തിൽ അള്ളാഹു കൊടുത്ത കാരുണ്യമൊക്കെ മനുഷ്യന്മാർക്ക് ഉണ്ടാവും. അത് പരിമിതമായ അർത്ഥത്തിലുള്ള ഒരു കാരുണ്യമാണ്. അർ-റഹ്മാൻ എന്ന് പറയുന്ന അതിന്റെ ഏറ്റവും സൂപ്പർ ലെവലിലുള്ള കാരുണ്യം ആയിരിക്കും ഉണ്ടാവുള്ളൂ, അപ്പൊ റിസ്ക് നൽകുന്നത് അള്ളാഹുവാണ്. നീതിമാൻ അൽ ആദിൽ അള്ളാഹുവാണ്. അതൊക്കെ ഇതിലെല്ലാം നമുക്ക് ഉറപ്പുണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ അസ്മാഉൽ ഹുസ്ന വീട്ടിന്റെ കൊലായിൽ ചുമരമ്മൽ തൂക്കുന്നതിന് തെറ്റൊന്നുമില്ല. അതെപ്പോഴും ഓർമ്മാൻ വേണ്ടിയിട്ടും അത് പഠിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ആണെങ്കിൽ, അല്ലാണ്ട് അതവിടെ ഒട്ടിച്ചുകൊണ്ട് ഞാനങ്ങ് കഴിച്ചിലായി പോവും എന്ന് വിചാരിച്ചിട്ട് ഒട്ടിച്ചു വെക്കാൻ പാടില്ല. രണ്ട് വ്യത്യാസമുണ്ട്. അപ്പൊ അത് അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ് മുഅ്മിൻ. വറസൂലിഹി, അള്ളാഹുവിന്റെ റസൂലിലും ഇതേപോലെ വിശ്വാസം വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതും എനിക്ക് ലഭിച്ചതുമൊക്കെ അള്ളാഹു കൊടുത്തയച്ചതാണ്, എനിക്ക് കിട്ടേണ്ടതാണ്. അള്ളാഹുവിന്റെ റസൂല് വിലക്കിയത് അത് എത്ര മുൻപുള്ള സാധനമാണെങ്കിലും അപാരമായ ശാസ്ത്രീയ പിൻബലമുണ്ട് നാള് പറഞ്ഞാലും അത് വിലക്കിയത് തന്നെയാണ്, അത് എനിക്ക് വേണ്ട, വിലക്കപ്പെട്ടതാണ് എന്ന് വിചാരിക്കും. അപ്പൊ അത് റസൂലിലുള്ള വിശ്വാസമാണ്. അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് മാത്രം പറഞ്ഞ് അതിന്റെ ഒരു ഭാഗമായിട്ട് കാണല്ല. അള്ളാഹുവിലും വിശ്വസിക്കണം, റസൂലിലും വിശ്വസിക്കണം. എന്നിട്ട് പറഞ്ഞ വാക്ക് വളരെ പ്രധാനമാണ്. സുമ്മ, പിന്നീട്, ലം യർതാബൂ, പിന്നീട് സംശയിക്കാത്തവരാണ്. സംശയം ചോദിക്കരുത് എന്നല്ല, സംശയം ചോദിക്കാം. പക്ഷേ അള്ളാഹുവിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ സംഗതി അള്ളാഹ് രക്ഷപ്പെടുത്തുകയൊക്കെ ചെയ്യും. എന്നാലും പോന്ന് വിചാരിക്കരുത്. നമ്മളൊക്കെ എനിക്ക് തോന്നുന്നത് നിങ്ങളല്ല, അധികം ആളുകൾ ആ ഒരു സ്റ്റേജിലാണ്. അള്ളാഹുവിലൊക്കെ വിശ്വാസമുണ്ട്, അള്ളാഹു തന്നെയാണ് റാസിഖ്, ഒക്കെ അള്ളാഹ് തന്നെയാണ്. പക്ഷെ എന്നാലും എന്നൊരു തോന്നല് ഉണ്ടാവും.
നമ്മളെ മക്കളെ നോക്കേണ്ട മോന് ഒലിക്ക് റിസ്ക് കൊടുക്കേണ്ട ഒക്കെ അത് തന്നെയാണ്. പക്ഷെ എന്നാലും എന്നുള്ളൊരു തോന്നലിലാണ് പലരും കത്രിക വെച്ചത്. ഈ ഇന്നാലും എന്ന് പറയുന്ന ഒരു സാധനം വലിയ പ്രശ്നമാണ്. അള്ളാഹുവിന്റെ നിയമങ്ങളും അവന്റെ നിർദ്ദേശങ്ങളും പാലിക്കാൻ, അവന്റെ വിലക്കുകളിൽ നിന്ന് പരിപൂർണമായി വിട്ടുനിൽക്കാൻ ആവശ്യമായൊരു സംഗതിയാണ് അള്ളാഹുവിലുള്ള ഈമാൻ. ആ ഈമാൻ അതിൽ പിന്നെ സംശയിക്കാത്തവരാണ്. സുമ്മലം യർതാബു, സംശയിക്കാത്തവരാണ്. അവിടെ വെച്ച് നിർത്തിയിരുന്നെങ്കിലും നമ്മൾ ഒരുപാട് ആളുകൾ കഴിച്ചിലാവുകയും. അള്ളാഹു പറയാണ് വജാഹദു ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവരാണ് മുഅ്മിനീൻ. സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ജിഹാദ് ചെയ്യുന്നവരാണ് മുഅ്മിനീൻ. അവരാകുന്നു ഞങ്ങൾ മുഅ്മിനീങ്ങളാണ് എന്ന് പറഞ്ഞതിൽ സത്യസന്ധത കാണിച്ചിട്ടുള്ളത്. മറ്റുള്ളവർക്ക് പറഞ്ഞതാ, നേരത്തെ പറഞ്ഞ മാതിരി ആമന്ന ഞങ്ങളുണ്ട്, ഞങ്ങളും അതിൽ തന്നെ, ഞങ്ങളും അതിൽ പെട്ടതാണ് ഇങ്ങനെ പറയുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ സ്വാദിഖീങ്ങളായിട്ടുള്ളത്, സത്യസന്ധരായിട്ടുള്ളത് ആരാന്ന് ചോദിച്ചാൽ ഈ പറയപ്പെട്ടവരാണ്. എന്തൊക്കെയാണ്? ആമനു ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുക, സുമ്മ ലം യർതാബു, പിന്നെ സംശയിക്കാതിരിക്കുക, സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ജിഹാദ് ചെയ്യുക. ഇത്രയും ഉള്ള ആൾക്കാരെ എന്താവുള്ളൂ? മുഅ്മിനാവുള്ളൂ എന്നാണ്. അപ്പൊ പേര് കൊണ്ടാവൂല, ഉമ്മയും ബാപ്പയും മുഅ്മിനായതുകൊണ്ടാവൂല, മക്കൾ മുഅ്മിനായതുകൊണ്ടാവൂല, ഭാര്യ ഭർത്താവോ ഒക്കെ മുഅ്മിനായതുകൊണ്ടാവൂല, നബിന്റെ കുടുംബമായതുകൊണ്ടാവൂല, നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും ഹജ്ജ് കൊണ്ടും ആവൂല. എന്ത് വേണം? അള്ളാഹുവിൽ വിശ്വസിക്കണം, റസൂലിൽ വിശ്വസിക്കണം, പിന്നെ സംശയിക്കാൻ പാടില്ല, ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ജിഹാദ് ചെയ്യും. ഇത്രയും ഉള്ളവർക്കാണ് മുഅ്മിൻ എന്ന് പറയുന്നത്. ഇനി നമ്മളാണ് ആലോചിക്കേണ്ടത്, നമ്മളതാണോ? അത്രേ ഉള്ളൂ. വളരെ എളുപ്പമാണ് കാര്യം, വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ഉള്ള രോഗം ഏതാണ് എന്ന് മനസ്സിലാവണമെങ്കിൽ ഓരോ രോഗത്തിനും ഓരോ ലക്ഷണമാണ്. അതുകൊണ്ടാണ് ഡോക്ടർ ചോദിക്കുന്നത്, ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നു അല്ലെ. നമ്മൾ ചെന്നാൽ ഓരോന്നും ചോദിക്കുന്നതിനാണ്. നമ്മളെ സുഖവീരം അറിഞ്ഞിട്ട് മൂപ്പർക്ക് എന്തോ കിട്ടാനല്ല, മൂപ്പർക്ക് നമ്മൾ ചെന്ന് പറയുന്നത് എന്ത് രോഗമാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. വേദന ഉണ്ടോ അല്ലെ, കടച്ചിലുണ്ടോ, ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരുന്നതാണോ, എവിടെ നിന്ന് കൂടെ താഴോട്ടാണോ, ഓരോന്നും ചോദിക്കണം. എന്താണെന്ന് വെച്ചാൽ ആ ചോദ്യത്തിന്റെ ഒക്കെ അയാൾ ഒരു കാര്യം മനസ്സിലാക്കുന്നു. ഓരോ രോഗത്തിനും നിർണയിക്കപ്പെട്ട ലക്ഷണങ്ങൾ. ചില ലക്ഷണം നമ്മൾ എത്ര പറഞ്ഞാലും തിരിച്ചും മറിച്ചും പിന്നെയും ചോദിച്ചോളൂ. എന്താന്ന് വെച്ചാൽ അത് മനസ്സിലായിണ്ടാവും. അപ്പോ ലക്ഷണങ്ങൾ അറിഞ്ഞാൽ എന്താ രോഗം മനസ്സിലാവും. രോഗം മനസ്സിലായാൽ പിന്നെ അതിന്റെ പരിഹാരം, റെമഡി എന്താണെന്ന് മനസ്സിലാവും, മരുന്ന് എഴുതും. അപ്പൊ ഈമാൻ എന്ന് പറയുന്നതിന്റെ, നമ്മൾ മുഅ്മിനാണോ എന്നതിന്റെ ലക്ഷണങ്ങളാണ് ഈ പറഞ്ഞത്. അത് നമുക്കുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് നമ്മുടെ അമലുകളൊക്കെ ശരിയാവും. അല്ലെങ്കിൽ നമ്മളെ അമലുകൊണ്ട് നമ്മൾ കഴിച്ചിലായി പോവില്ല. അതുകൊണ്ടാണ് ചില നോമ്പുകാര് നോമ്പ് കൊണ്ട് പട്ടിണി മാത്രമേ കിട്ടുന്നുള്ളൂ. എത്ര രാത്രി നമസ്കാരക്കാരാണ്, അവരുടെ നിസ്കാരം കൊണ്ട് ഉറക്കം പോകുന്നല്ലാണ്ട് ഒന്നും കിട്ടൂല. നമ്മള് ദീർഘമായിട്ട് നിന്ന് ഇങ്ങനെ നിസ്കരിക്കും. വെറുതെ ഉറക്കം നഷ്ടപ്പെടുത്തല്ല, പോയി കിടന്നോന്നാണ്. കാരണം എന്താണ്? ഈമാനാണ്. ഖുർആനിൽ തന്നെ വേറൊരു സ്ഥലത്ത് പറയുന്നു, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു
സാദത്തുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ആരാണ് മുഅ്മിനീങ്ങൾ? ദുഃഖിറല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ വജിലത് ഖുലൂബ്, അവരുടെ ഹൃദയങ്ങൾക്കകത്ത് എന്തോ ഒരു കരണ്ട് ഇങ്ങനെ പോയമായി. കാരണം അങ്ങനെയാണല്ലോ. ഈ ലൈല മജ്നുവിന്റെ കഥ പറയുന്നുണ്ട്. അപ്പൊ അത് വിവാദമാണ്. അപ്പോ ലൈലയെ പ്രണയിച്ച് ഇങ്ങനെ ഭ്രാന്തായി പോയ ഒരാളാണ്. അപ്പൊ അയാളിങ്ങനെ അയാൾക്ക് നൃത്തത്തിലും ഇരുത്തത്തിലും കിടത്തത്തിലും ഒക്കെ ലൈലയാണ് എന്നാണ്. അങ്ങനെ ലൈലനെ എന്നെ ആലോചിച്ച് പോവാണ് ആള്. അങ്ങനെ ആൾക്കൂട്ടത്തിൽ ഒരു ഭ്രാന്തനായിട്ട് ഇങ്ങനെ കഴിയാണ്. അയാൾക്ക് വേറെ ബോധമൊന്നുമില്ല. അയാൾ എപ്പോൾ നോക്കിയാലും ലൈലയെ കുറിച്ച് ചിന്തിക്കുന്നു, അങ്ങനെ വന്നിരിക്കുന്നു. ഇങ്ങനെ അപ്പോ ഈ ആളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പല ജാതി പരിശ്രമങ്ങളും നടത്തി നോക്കുന്നുണ്ട്. അതിനിടയിൽ ലൈല എന്ന് ഉച്ചരിച്ചപ്പോ ഇയാള് പെട്ടെന്ന് അങ്ങോട്ട് നോക്കിയതാണ്. കാരണം എന്തല്ലോ വർത്താനം പറയണതിനിടയിൽ ലൈല എന്ന് കേട്ടതോട് കൂടിയിട്ട് ഇദ്ദേഹം എന്താവുകയാണ്, അത് ശ്രദ്ധിക്കുക. അങ്ങനെ ഇയാളെ മനസ്സ് നിറച്ചൂലേ. അങ്ങനെയൊക്കെയാണ് അതിന്റെ കഥ. അതിലും കൂടി പോയി ഇതെല്ലാം അതിലും വരുമ്പൊക്കെ കടന്നു വേർത്തി എന്ന് വേറെ കാര്യം. അള്ളാഹു എന്ന് പറയുന്നത് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കേവല പേരല്ല. അള്ളാഹു എന്ന് ഓർമ്മിക്കപ്പെട്ടാൽ, കാരണം അവരുടെ മനസ്സും അവരുടെ മന്ത്രവും എല്ലാം അള്ളാഹു 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 എന്നതാണ്. അള്ളാഹു അള്ളാഹു എന്നുള്ള പദത്തെ കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞു തന്നിരുന്നു. അത് മുഴുവൻ അള്ളാഹു ആണ്. നിങ്ങൾ അള്ളാഹു എന്ന് എഴുതിയാൽ ആദ്യത്തെ അരിപ്പ് വിട്ടാൽ ഇല്ലാഹി എന്നായി, പിന്നത്തെ ആമ വിട്ടാൽ ലഹു എന്നായി. ലഹു എന്ന് പറഞ്ഞാൽ അവൻ തന്നെയാണ്. ഖുർആനിൽ തന്നെ വന്നിട്ടുണ്ട്. ആ രാമം കൂടി വിട്ടാൽ ഹൂ എന്നാണ്. അതും ആരാണ്? അള്ളാഹു തന്നെയാണ്. അപ്പോൾ അതൊരു പ്രത്യേക പേരാണ് അള്ളാഹ്. ഇത് പറയുന്നത് കേട്ടാൽ നമുക്ക് അതിനോട് ഒരു പ്രത്യേക ഒരു സംഗതി ഉണ്ടാവുന്നതാണ്. എന്ത് സംഗതി? ആർക്ക് സംഗതി? നമ്മളെ സ്വഭാവത്തെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. മുഅ്മിനീങ്ങളുടെ സ്വഭാവം ഇങ്ങനെയാണ് അല്ലാഹു പറഞ്ഞു. നമ്മളെ സ്വഭാവം എന്താന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിന്റെ സ്വാഭാവികമായ തുടർച്ചയാണ് വൈദാ തുലിയത് അലൈഹിം ആയാതി സാദത്തുഹും ഈമാന. ഖുർആൻ പാരായണം ചെയ്താൽ എന്താവും? ഉറക്കം വരും എന്നല്ല. ഖുർആൻ പാരായണം ചെയ്താൽ മടുപ്പ് വരുന്നവരാണ് എന്നല്ല. ഖുർആൻ പാരായണം ചെയ്യാൻ മടിയുള്ളവരാണ് എന്നല്ല. അതൊരു വലിയ അധ്വാനപ്പെട്ട പണിയായിട്ട് അനുഭവപ്പെടുന്നവരാണ് എന്നല്ല. ഖുർആൻ പാരായണം ചെയ്താൽ ഈമാൻ വർദ്ധിക്കും. ഈമാൻ എന്ന് പറയുന്നത് അൽ ഈമാനു യസീദു വയൻഖുസ്. ഈമാൻ എന്ന് പറയുന്നത് ഒരു കല്ല് പോലെ ഇങ്ങനെ നിൽക്കുന്ന സാധനമല്ല, ഖരവസ്തു പോലെ അല്ല. അതിങ്ങനെ കൂടുകയും ചെയ്യും, കുറയുകയും ചെയ്യും. നമ്മക്ക് തന്നെ ചിലപ്പോ തോന്നും കുറച്ചൊരു ഈമാൻ കൂടിയ സമയമാണ്. ചിലപ്പോ തോന്നും ഈമാൻ കൂടിയ സമയം. കാരണം നമുക്ക് അങ്ങനത്തെ സംഗതിക്കൊക്കെ വളരെ ഒരു ഉത്കർഷം ഉണ്ടാവും. റമദാൻ മാസമൊക്കെ മിക്കവാറും ആൾക്കാർക്ക് ഒരു ഈമാൻ കൂടുന്ന സമയമാണ്. അങ്ങനെ ഏതോ ഒരു സാധു പള്ളിയിൽ വന്നപ്പോ നമ്മൾ പറയണം, ഓ ഒപ്പം കയറി വന്നിട്ടെന്ന് പറയരുത്, റമദാനിന് മാത്രം ഒരു വരവ് എന്നൊന്നും പറയരുത്. അത്രയെങ്കിലും അൽഹംദുലില്ലാ എന്ന് പറയും. പിന്നെ അയാൾക്ക് എന്തായി പോയിട്ടുണ്ടാവും? ചില ആൾക്കാർക്ക് അവസാനം എത്താവുമ്പോ തന്നെ അങ്ങ് കുറഞ്ഞു പോകും. പക്ഷെ അങ്ങനെ കുറയാതെ കാക്കണം. പരമാവധി സമയത്തിന് എങ്ങനെ നിലനിർത്തും. അപ്പൊ അതിന് ഏറ്റവും നല്ല സംഗതിയാണ് തിലാവത്തുൽ ഖുർആൻ, മരണസ്മരണം. ഇത് രണ്ടും ഈമാനിനെ ഹൃദയം തുരുമ്പിടിക്കാണ്ടിരിക്കാനുള്ള പണിയായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന കാര്യം. കഴിഞ്ഞ ദിവസം എന്റെ പരിചയത്തിൽ ഒരാള് മരിച്ചു. മദ്രസ സെക്രട്ടറി.
അപ്പൊ സെക്രട്ടറി രാവിലെ തന്നെ മദ്രസയിലെ പ്രസിഡന്റിനെ പോയി കണ്ട് നമുക്ക് നോമ്പൊക്കെ വരുന്നൊക്കെ റെഡിയാക്കണം എന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി കണക്കൊക്കെ റെഡിയാക്കി. ഇനി നമ്മള് കമ്മിറ്റിയിൽ ഒരു മെസ്സേജ് ഇടണം എന്ന് പറഞ്ഞു. ഭയങ്കര കമ്പനി, രണ്ടാളും നല്ല സ്നേഹത്തിൽ. പ്രസിഡന്റിനോട് പറഞ്ഞു നിങ്ങളൊരു മെസ്സേജ് ഉണ്ടായിട്ട് ഞാനിട്ടോളാം. പ്രസിഡന്റ് ഒരു പണ്ഡിതനാണ്. അപ്പോ മെസ്സേജ് ഉണ്ടാക്കിയിട്ട് ഇയാൾക്ക് പേഴ്സണൽ അയച്ചു. അപ്പൊ ഇയാള് പറഞ്ഞു നിങ്ങൾ ഇട്ടാലേ. അപ്പൊ പറഞ്ഞു അതല്ല, നിങ്ങൾ പോസ്റ്റ് ചെയ്തോളാം. അങ്ങനെ അയാൾ 9:59 അത് പോസ്റ്റ് ചെയ്തു മദ്രസന്റെ ഗ്രൂപ്പ്. അതേ ഗ്രൂപ്പിൽ 12:30 മരിച്ചെന്നുള്ള ഫോട്ടോ അടക്കത്. അതിന്റെ അടുത്ത് മൂപ്പര് എന്ത് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരണം സ്ഥിരീകരിച്ച് എന്നത് മാത്രമാണ്. അപ്പോ നിങ്ങൾ ആലോചിച്ചിട്ട് അയാൾ തന്നെ പോസ്റ്റ് ചെയ്യണം. ആ പോസ്റ്റ് ചെയ്യുന്ന ആ ഒരു സമയം 9:59, 10 മണി. 11-12 ആകുമ്പോഴേക്കും മൂപ്പര ഫോട്ടോ തന്നെ അതിൽ വരാൻ. അപ്പൊ ആ ഗ്രൂപ്പ് എനിക്ക് കാണിച്ചു തന്നു. ഈ പ്രസംഗം ഞാൻ വൈകുന്നേരം ചെന്നു ഇത് കാണാൻ കാണിച്ചു. അപ്പൊ ആ ഗ്രൂപ്പില് അദ്ദേഹത്തിന്റെ പോസ്റ്റിന് താഴെ 2 ആളെ പ്രതികരണം മാത്രമേ ഉള്ളൂ. പിന്നെ അയാളെ ഫോട്ടോ തന്നെയാണ് വേറെ ആളുകൾ. ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു നിത്യേന സംഭവമാണ്. ഈ ജാതി ഒരു 100,000 സംഭവം കേട്ടാൽ നമ്മൾ വിചാരിക്കും ഇത്രയേ ഉള്ളൂ മനുഷ്യന്മാരെ കാര്യം. അപ്പോൾ നമ്മളായിരുന്നു ഒഴിവായി ആൾക്കാരെ കാര്യം എന്നാ പറയാ. അങ്ങനെ അല്ലടോ, ഇത് എന്റെ തന്നെ കാര്യമാണ് എന്ന് നമ്മളോട് പറഞ്ഞു. നമ്മളോട് പറയാന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കക്ഷിനോട് പറഞ്ഞു കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് ലേശം ഒതുക്കുക, സൈഡായിക്കോ. മൊത്തം നിശ്ചലനാവാനും നിസ്സംഗനാവാനും നിർജീവനാവാനും അല്ല കേട്ടോ പറയണേ. ഇനി എല്ലാത്തൊന്നും മതി ഞാൻ ഇങ്ങനെ വെച്ചാൽ മതി, അതിനല്ല പറയണേ. ഇബ്ലീസ് കൊണ്ടുത്തരുന്ന ശൈത്താനിയത്ത് പറയുന്നുണ്ടാവും. അതൊക്കെ ഒന്ന് വിട്ടാവാം. ഞാൻ എന്നുള്ള വിചാരം, എൻ്റെ എന്നുള്ള വിചാരം, അങ്ങനത്തെ കുറെ സാധനം നമ്മളെ നയിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റി വെക്കുന്നത് നല്ലതാണ്. ആൾക്കാരോടുള്ള ബന്ധത്തിന് തടസ്സം ഉണ്ടാവുന്നത് പലപ്പോഴും എൻ്റെ ഈഗോയിൽ, തെറ്റായ ഈഗോയിൽ. മോശപ്പെട്ട ഈഗോ മാറ്റിവെച്ച് നല്ല ഈഗോ സ്വീകരിക്കണം. നല്ല ഈഗോ ആത്മാവിനെ ശുദ്ധീകരിക്കണം. അപ്പൊ സാദത്തുഹും ഈമാന, ഈമാൻ ഇങ്ങനെ വർദ്ധിക്കുക എന്നത് ഖുർആൻ പാരായണം നടത്തുമ്പോൾ തന്നെ മുഅ്മിനീങ്ങൾക്ക് സംഭവിക്കും. തീർന്നില്ല, വഅലാ റബ്ബിഹിം യതവക്കലൂൻ. മുഅ്മിനീങ്ങളുടെ അടുത്ത സ്വഭാവം അവര് അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുന്നവരാണ്. ഏതൊരു കാര്യവും തീരുമാനിക്കുന്നതിന് മുന്നേ ആലോചിക്കണം. ഇത് ഏതാ ശരി, ഏതാ തെറ്റ്, ഏതാണ് ഖുർആൻ അനുകൂലം, ഏതാണ് പ്രതികൂലം. നമ്മൾ മനസ്സിലാക്കി തീരുമാനിച്ചാൽ പിന്നെ എന്താക്കരുത്, അതിന്റെ മുകളിൽ ടെൻഷൻ അടിച്ച് ബേജാറായ അല്ലാഹു തവക്കുൽ ചെയ്യാം. തവക്കൽതു അലല്ലാഹ് എന്ന് നമ്മളെ കാറിന്റെ അകത്ത് ബോർഡ് വെച്ചാൽ തവക്കുലാവില്ല. നല്ല കാലിഗ്രഫിയിൽ എഴുതിയൊക്കെ വെക്കാം. ചില ആളെ ഗീച്ചതിന്റെ മോഡലൊക്കെ ഉണ്ടാവും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ തവക്കുൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ വക്കീലാക്കുക എന്നാണ്. നമ്മളൊരു കേസിന് ഒരാളെ വക്കീലാക്കിയാൽ പിന്നെ വക്കീലാണ് നമുക്ക് പറഞ്ഞുതരാം നിങ്ങൾ എന്ത് പറയണം പറയരുത്. ഞാനൊരു കേസിന് വക്കീലിന്റെ അടുത്ത് പോയിട്ട് ഞാൻ പറയേണ്ട ഞാൻ തന്നെ പറഞ്ഞോളാം, നിങ്ങളുടെ വക്കീലായ മതി എന്നാ അയാളെ വക്കീലും നിങ്ങൾ വേറെ ആരെങ്കിലും ആയിക്കോട്ടെ. കാരണം കേസ് ജയിക്കൂല. കേസ് ജയിക്കണമെങ്കിൽ ഇന്നതാണ് നിങ്ങൾ പറയേണ്ടത്, ഇന്നത് നിങ്ങളോട് ചോദിക്കും, എതിർഭാഗം വക്കീൽ ഇന്നത് ചോദിക്കും. അങ്ങനെയൊക്കെ ഇയാള് പറഞ്ഞു തന്ന വായനയാണ്. പിന്നെ നമുക്ക് വേണം വക്കീലിനെ മാറ്റാന്നല്ലാതെ നമ്മളെ ഇഷ്ടം പറ്റില്ല. അള്ളാഹുവിനെ ഒരാൾ വക്കീലാക്കിയാൽ പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുത്, എന്ത് പറയണം, എന്ത് പറയരുത് എന്നൊക്കെ ആര് പറഞ്ഞുതരും? അള്ളാഹു. അപ്പോഴാണ് അള്ളാഹുനെ വക്കീലാക്കുന്നത്. അങ്ങനെയുള്ള ആളുകളെ അള്ളാഹു കൈവെടിയുകയില്ല എന്നതാണ്. അപ്പൊ നമ്മൾ അള്ളാഹുവിനെ എന്താണ് ആക്കല്, വക്കീലെന്നാണോ എന്നുള്ളത് ആലോചിക്കുക. തവക്കൽതു അലല്ലാഹ് എന്ന് നമ്മളൊരാൾ നമ്മളെ കുറിച്ച് തന്നെ പറഞ്ഞാല് അതിന്റെ അർത്ഥം പിന്നെ നമ്മളെ കാര്യം നിങ്ങൾ ടെൻഷൻ ഉണ്ടാവും. എനിക്ക് ലഭിച്ചതൊക്കെ ലഭിക്കേണ്ടതാണ്, എനിക്ക് ലഭിക്കാത്തത് എനിക്ക് വേണ്ടാത്തതാണ്.
അതല്ലേ അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത എന്ന് പറയുന്നത്. നമ്മൾ നിസ്കാരത്തിന് ശേഷം ചൊല്ലും, അതൊരു ദിക്റായിട്ട് ചൊല്ലും. പടച്ചോനെ, നീ തന്നത് തടയാൻ ആരുമില്ല, നീ തടഞ്ഞത് തരാനും ആരുമില്ല. പിന്നെ എവിടാണെന്ന് ടെൻഷൻ? ഞാൻ ഈ ടെൻഷൻ തിരഞ്ഞു നോക്കിയിട്ട് കാണുന്നില്ല. കാരണം എനിക്ക് എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടായാൽ അത് എനിക്ക് അള്ളാഹു തടഞ്ഞെങ്കിൽ ഉണ്ടാവോ? ലോകത്തെല്ലാവരും കൂടി എന്നെ എന്തോ നാക്കാൻ വിചാരിച്ചാലും അള്ളാഹു താല അത് വേണ്ട എന്ന് വിചാരിച്ചാൽ നടക്കില്ല. അള്ളാഹു എനിക്കൊരു സംഗതി തരാൻ വിചാരിച്ചു, എല്ലാരും വിചാരിച്ച് തടയാൻ കഴിയൂല. ആംബുലൻസിന്റെ നമ്പർ മാറ്റി നിന്നല്ല ഇവിടെ ഒന്ന് കണ്ടു. 112 വിളിച്ചല്ലോ കിട്ടും പോലീസ്. ആംബുലൻസ് അങ്ങനെ ഉണ്ടോ? ആ, ഇനി കുറെ നമ്പർ പഠിച്ചൊക്കെ ഉണ്ട. 112 പഠിച്ചോന്ന് തീരുമാനിക്കണ്ടേ? ഇത് കൊണ്ടുപോയിട്ട് അപ്പൊ സർവസന്നാഹങ്ങൾ. പക്ഷെ എന്നാ പിന്നെ അത് വേണ്ടാന്നാണോ? അല്ല. തവക്കുലിന്റെ അടിസ്ഥാനം തന്നെ നമ്മൾ ചെയ്യേണ്ടതായ എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ഒരുങ്ങുകയും വേണം എന്നതാണ്. വണ്ടി വരുമ്പോ റെയിലിന് നടക്കുക നിന്നിട്ട് അതല്ല പരിപാടി. അതിനല്ല തവക്കുൽ. ഒരു പണിക്കും പോവാതെ അള്ളാഹു തന്ന കഴിവൊന്നും ഉപയോഗിക്കാതെ ഞാൻ തവക്കുൽ ചെയ്തിരിക്കും, അങ്ങനെ പറയാൻ പാടില്ല. അതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒട്ടകത്തെ കെട്ടിയിട്ട് തവക്കുൽ ചെയ്യും. ഒട്ടകയോടെ പോയി ഞാൻ അള്ളാഹു തവക്കുലാക്കിയതാണ്. അപ്പൊ അത് നോക്കുമ്പോ അതാണ് ഉണ്ടാവും, കെട്ടിയിടാണ്. അപ്പോ നമ്മൾ ചെയ്യേണ്ടത് ചെയ്താൽ മാത്രം ഒരു കാര്യം നടക്കുക, അതിനൊരു ഇതിൻ വേണം. അതെന്താണ്? അള്ളാഹുവിന്റെ ഇതിൻ, സമ്മതം, അംഗീകാരം. പക്ഷേ നമുക്ക് വിട്ടുകൊടുക്കാൻ കഴിയണം. പിന്നെ നമുക്ക് എത്തിപ്പെടാൻ കഴിയാത്ത, നമുക്ക് ചെല്ലാൻ കഴിയാത്ത, ഇപ്പൊ കല്യാണം ആലോചിക്കാൻ വിചാരിക്കും. കല്യാണം ആലോചിക്കാം, പിയാപ്പള എങ്ങനെ ഇന്നൊന്നും അന്വേഷിച്ചില്ല, ഞാനാണ് തവക്കുലാക്കി, അന്ന് കെട്ടിച്ചെടുത്തു. അങ്ങനെ ചെയ്യരുത്. അന്വേഷിക്കണം. നമുക്ക് കഴിവിന്റെ പരമാവധി അന്വേഷിക്കണം. ഇതെല്ലാം അന്വേഷിച്ചാലുണ്ടോ ആളെ തിരിയുന്നു. അപ്പൊ പക്ഷെ അന്വേഷണമൊക്കെ നടത്തി എന്റെ കഴിവിന്റെ പരമാവധി ചെയ്തിട്ട് പടച്ചോനോട് തവക്കുൽ ചെയ്യുക. പടച്ചോൻ അതാണ് ഏൽപ്പിച്ചു കൊടുത്താൽ അള്ളാഹ് നോക്കും. അങ്ങനെയാണ് നമ്മൾ അന്വേഷിക്കുക, നമ്മൾ പ്രവർത്തിക്കുക, നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക. അള്ളാഹുവിന് തവക്കുൽ ചെയ്യുക. ഏത് കാര്യം, പരീക്ഷയാണെങ്കിലും ജോലിയാണെങ്കിലും എന്താണ്. ഇങ്ങനെ ഒരാൾക്ക് ഈമാൻ ഉണ്ടായാലുള്ള ഗുണം എന്താണ്? അവരുടെ അമലുകൾ, ഒന്നാമത്തെ ഗുണം, അവരുടെ അമലുകൾ അള്ളാഹു കബൂൽ ചെയ്യും. അപ്പോൾ അള്ളാഹു അമലുകൾ കബൂൽ ചെയ്താൽ എന്താണ്? ആ അമലുകളുടെ എല്ലാം ഗുണം നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെയുള്ള നിസ്കാരക്കാർക്ക് നിസ്കാരത്തിന് ഗുണം ഉണ്ടാവും, അല്ലാത്തവർക്ക് നിസ്കാരത്തിന് ഗുണം ഉണ്ടാവില്ല. നിസ്കാരം മാത്രമേ ഉണ്ടാവുള്ളൂ. നോമ്പ് കൊണ്ട് അയാളുടെ ആത്മാവിനൊരു ശുദ്ധീകരണം കിട്ടാനുണ്ട്. ആ ശുദ്ധീകരണം കിട്ടുന്ന നോമ്പുകാർ ഈമാനുള്ള നോമ്പുകാരാണ്. അല്ലാത്തവർക്ക് നോമ്പേ ഉണ്ടാവും, ശുദ്ധീകരണം ഉണ്ടാവില്ല. സക്കാത്ത്, സദഖ പോലുള്ള സംഗതികൾ അള്ളാഹു കബൂൽ ചെയ്താൽ അയാളുടെ സമ്പത്തിലും സമൂഹത്തിന്റെ സാമ്പത്തിക സംഗതിയിലൊക്കെ അഭിവൃദ്ധി ഉണ്ടാവും. സക്കാത്തിന്റെ ഗുണമാണ്. സക്കാത്തിന്റെ ഗുണം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഈമാനുള്ള സക്കാത്ത് ആവണം. ഹജ്ജ്, ഉംറയൊക്കെ അങ്ങനെ തന്നെ, ദിക്ർ ചെല്ലുന്നു അങ്ങനെ തന്നെ. എല്ലാ അമലുകളും അള്ളാഹ് കബൂലാക്കും. ഈമാൻ ഉള്ളതിന്റെ ഒരു ഗുണമാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുന്നു, ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ജിഹാദ് ചെയ്യണമെന്ന്. അതെന്താണ് ജിഹാദ് എന്ന് പറഞ്ഞാൽ? ഈസ് ഈക്വൽ ടു ഖിതാൽ എന്ന് പലയിടത്തും എഴുതി വെച്ചതായിട്ട് കാണാം. എന്ന് പറഞ്ഞാൽ യുദ്ധം എന്ന്. ചില ഡിക്ഷണറിയിലൊക്കെ വിശുദ്ധ യുദ്ധം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ജിഹാദ് എന്ന് പറഞ്ഞാൽ യുദ്ധമല്ല. എന്നാൽ യുദ്ധവും എന്താണ്? ജിഹാദ്. ജിഹാദ് എന്ന് പറയുന്നത് പരിശ്രമം, കഠിനമായ ത്യാഗം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. വജാഹിദു ഫില്ലാഹി ഹഖ്ഖ ജിഹാദിഹി എന്ന് പറഞ്ഞിട്ട് സൂറത്തുൽ ഹജ്ജിലെ അവസാനത്തെ ആയത്തിൽ മില്ലത്ത് അബീക്കും ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ മില്ലത്തിലാണ് നിങ്ങൾ എന്നാണ്.
എന്താ എന്താ ചോദിച്ചോ? ആ മില്ലത്ത് അബീക്കും ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ മില്ലത്തിലാണ് എന്നാണ്. ഇബ്രാഹിം നബി യുദ്ധം ചെയ്തില്ല. അപ്പൊ യുദ്ധമാണ് ജിഹാദെങ്കിൽ ജിഹാദിനെ കുറിച്ച് പറയുന്നിടത്ത് ഇബ്രാഹിം നബിനെ പറ്റി പറയില്ലല്ലോ. അപ്പോൾ പരിശ്രമം, അങ്ങേയറ്റത്തെ പരിശ്രമം, അതിൽ യുദ്ധവും പെടും. യുദ്ധത്തിൻ്റെതാണ് സാഹചര്യമെങ്കിൽ യുദ്ധവും അതിൽപ്പെട്ടത്. ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഖുർആൻ കൊണ്ട് ജിഹാദ് ചെയ്യാൻ. അപ്പൊ എന്താ ഖുർആൻ കൊണ്ട് യുദ്ധം ചെയ്യലല്ല, ഖുർആൻ കൊണ്ടുള്ള ജിഹാദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെന്താന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ കഠിനമായി പ്രയത്നിക്കുക എന്നതാണ്. മക്കയില് യുദ്ധമല്ല, പക്ഷെ മക്കയില് ജിഹാദ് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ 13 കൊല്ലം പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിഹാദ് ചെയ്തിട്ടുണ്ട്, യുദ്ധം ചെയ്തിട്ടുണ്ട്. യുദ്ധം തുടങ്ങുന്നത് എപ്പോഴാണ്? ബദറിലാണ്. മാത്രമല്ല ഈ വാക്കിൽ തന്നെ അതുണ്ട്, നിങ്ങളുടെ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ജിഹാദ് ചെയ്യാം. ശരീരം കൊണ്ട് യുദ്ധം ചെയ്യും, സമ്പത്ത് കൊണ്ട് അങ്ങനെ യുദ്ധം ചെയ്യും. അപ്പോ പരിശ്രമിക്കുക, കഠിനമായി അധ്വാനിക്കുക. നമ്മുടെ സമ്പത്ത് ഇങ്ങനെ കെട്ടിക്കൂട്ടി വെച്ചതാക്കി ചില ആൾക്കാരുടെ അധ്വാനം കാണുമ്പോൾ പാവം തോന്നും. കാരണം എന്തിനാണ് എന്നിട്ടത് എന്നത് മനസ്സിലാവുക. അനന്തരാവകാശികളുടെ സമ്പത്തിനെ സ്നേഹിക്കുന്നവർ എന്ന് പറഞ്ഞാൽ എന്റെ കീശയിലുള്ളതും ബാങ്കിലുള്ളതും ഒക്കെ ശരിക്കും എന്റേതല്ല, അനന്തരാവകാശികളുടേതാണ്. കാരണം മരിച്ചാൽ പിന്നെ ഉടനെ അതിന്റെ അവകാശം മറ്റാളിലേക്ക് നീങ്ങും. എന്റേത് എന്ന് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ ഞാൻ ചെലവഴിച്ചത്. ഇങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് വേണ്ടി എന്താണ് സമ്പാദിക്കുന്നത് അത് പ്രധാനം. അപ്പോൾ ശരീരം കൊണ്ട് നമ്മൾ എന്താണ് ജിഹാദ് ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ പറയും എനിക്ക് ഉരവേദന, മുട്ടുവേദന, കാലുവേദന, അങ്ങനെ അങ്ങനെ. അപ്പൊ അതിന്റെ മുമ്പ് എന്തായാലും ജിഹാദിന് ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ജിഹാദ് ചെയ്യണം. അപ്പൊ പൈസ ഉള്ള ആൾക്കാർ പൈസ കൊടുക്കണം, ആരോഗ്യമുള്ള ആൾക്കാര് അല്ലാതെ സേവനം ചെയ്യണം. പള്ളിയിൽ നിന്ന് ഒരു കരട് എടുത്ത് ഓർത്തിട്ടാൽ അതിന് പുണ്യം കിട്ടും. ഒര വൃത്തിയാക്കി വെച്ചാൽ പുണ്യം കിട്ടും. വഴിയിൽ നിന്ന് തടസ്സം നീക്കിയാൽ പുണ്യം കിട്ടും. ഇതൊന്നും കോടീശ്വരനാവേണ്ട കാര്യമില്ല. അപ്പുറത്തെ പോലെ സുഖമില്ലാത്ത ഒരാളാണെങ്കിൽ അവിടെ പോയിട്ട് പണിയെടുത്ത് കൊടുത്താൽ അതിന് പുണ്യം കിട്ടും. ഒരു സൂക്കേടുകാരനെ പൊട്ടിച്ചു കൊടുത്താൽ പുണ്യം കിട്ടും. അല്ലേ? എന്തെല്ലാം കിട്ടാനുണ്ട്. റോഡ് സൈഡിൽ ഇങ്ങനെ വെറുതെ നിന്നാൽ മതി, ഒരുപാട് ചാൻസ് ഉണ്ട്. ശരീരം കൊണ്ട് ത്യാഗം ചെയ്യും. ഈ സന്ദേശം എത്തിക്കാൻ വേണ്ടി വീട് വിടാന്തരം കയറിയാണ്, ആളുകൾക്ക് ഇത് കൊടുക്കുക, പരിപാടിയിലേക്ക് വിളിക്കുക, ഇങ്ങനെ തുടങ്ങി നമ്മുടെ ശരീരവും കൊണ്ടും സമ്പത്ത് കൊണ്ടും ജിഹാദ് ചെയ്യും. അത്തരക്കാരാണ് സത്യസന്ധമായിട്ട് ഈമാൻ എന്ന് പറഞ്ഞത്. ഈമാൻ കൊണ്ട് കിട്ടുന്ന വേറൊരു ഗുണം എന്താന്ന് വെച്ചാൽ ശാന്തിയാണ്. മനസ്സിന് ശാന്തി, സമാധാനം. അത് വേറൊന്നും കൊണ്ട് കിട്ടൂല. ലോകത്ത് ആയുധ കൂമ്പാരങ്ങൾക്ക് അടയിരിക്കുന്നവർ അസ്വസ്ഥരാണ്, സമാധാനം. ഇന്നലെ ഗസയിൽ നിന്ന് തറാവി നിസ്കരിക്കണ വീഡിയോ കണ്ടാണ് നിങ്ങൾ. എവിടെ പോലെ നിസ്കരിക്കണം, പക്ഷെ ഓരോ നിസ്കരിക്കാൻ അങ്ങനെ അവരതിലാണ്. എന്നാലും ഞങ്ങൾ നിസ്കരിക്കുമ്പോ ഇനി മറ്റേത് വന്ന് വീണൂടോ എന്നുള്ള സംഗതി പോയിട്ടില്ല. എന്ത് വീഴും? മറ്റവനങ്ങനല്ല, മറ്റവൻ ഇരിക്കുന്നിടത്ത് തന്നെ ബേജാറാ. ഇതിന്റെ കൂട്ടത്തിലുള്ളവൻ തന്നെ പൊട്ടിക്കോ എന്നുള്ള ബേജാറിലാണ്. അപ്പൊ ഇത് വലിയ പ്രത്യേകത തന്നെയാണത്. നമുക്ക് അനുഭവിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. നമ്മളെ ചെറിയ അനുഭവം ഞാൻ പറഞ്ഞ ഗസൊന്നുമില്ലെങ്കിലും ഈമാനുള്ള ഒരു പൊരയില് ഒരു മനുഷ്യൻ മരിച്ചാൽ നമുക്ക് കടന്നു ചെല്ലാൻ എന്തൊരു സുഖമാണ്. കാരണം അവിടെ ചെന്നാൽ നമുക്ക് പറയാൻ തന്നെ എന്തെല്ലാം ഉണ്ട് അല്ലേ? ഒരാൾ കുട്ടി മരിച്ചു, സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാളോട് നമുക്ക് പോയിട്ട് പറയാറ്, നിങ്ങളുടെ മോനെ
നാളെ സ്വർഗത്തിൽ നിങ്ങളെ കാത്തു. അയാൾക്ക് എന്തൊരു ആശ്വാസമാണ്. മറ്റേത് ഞാൻ ഭയങ്കര ശാസ്ത്രബോധമുള്ളവനാണ്, ദുനിയാവിൽ അപ്പുറം ഒന്നുമില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കണ അവൻ ആകെ ഒന്നേ ഉള്ളും കാണും. അതങ്ങ് പോയി. നമ്മളെന്താ അവനോട് പറയാ? സാരില്ല, പ്രശ്നമാക്കണ്ട. ഒരു ആശ്വസിപ്പിക്കാൻ എന്തള്ളു? ഓനെന്നെ ആലോചിച്ചിട്ട് എന്തള്ളു? മനസ്സിന് ശാന്തി, സമാധാനം, സ്വസ്ഥത, ടെൻഷൻ ഫ്രീ എന്ന് പറയുന്ന സാധനം ഈമാൻ നൽകുന്ന വലിയ ഗുണമാണ്. വേറെ കുറെ ഗുണങ്ങളുണ്ട്. സംതൃപ്തി ഉണ്ടാവും. പിന്നെ ഗുണങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി പോകുമ്പോ നമുക്ക് കൂടുതൽ കൂടുതൽ ബോധ്യപ്പെടും നമ്മൾക്ക് ലേസായിട്ട് കുറവുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞിട്ട് നിങ്ങളെ 1 തീയതി എന്ത് ചെയ്യുന്നില്ല, വിഷമിപ്പിക്കുന്നു. പക്ഷെ അതേ സമയത്ത് നമ്മളെല്ലാവരും തന്നെ ഈ തവണ ഈമാനുള്ള നോമ്പ് പിടിക്കും. പട്ടിണി കിടന്നാത്ത ഈമാനുണ്ട് എന്ന് ഉറപ്പുവരും. നമ്മളെ തടിനെ അതിനു വേണ്ടിയിട്ട് പരിശീലിപ്പിക്കാനും നിയന്ത്രിക്കാനും പരമാവധി സമയത്തെ ഉപയോഗപ്പെടുത്താൻ കഴിയണം. ഇൻഷാ അല്ലാഹ് പരിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യുന്നതിൽ മുഴുക പരമാവധി നല്ല അർത്ഥം തീർക്കുന്നവർ 2 പ്രാവശ്യം തീർക്കുന്നവരൊക്കെ ഇവിടെ ഉണ്ട്, ഇല്ലാത്തവരും ഉണ്ട്, വിചാരിച്ചിട്ട് തീർന്നു എന്ന് അറിയുന്നവരുണ്ട്. അപ്പൊ അതൊക്കെ കുറച്ചും കൂടി നമ്മൾ അതിൽ ജാഗ്രത കാണിക്കുക. അൽ ഈമാൻ വൽ ഹയാത്ത്, ഈമാനും ജീവിതവും തമ്മിൽ രണ്ടല്ല, അത് തമ്മിൽ അഭേദ്യമായ ബന്ധം. കഴുത്ത് താഴെ ഉടലും തലയും തമ്മിലുള്ള മുറിച്ചു നീക്കാനാവാത്ത ബന്ധം അൽ ഈമാൻ വൽ ഹയാത്ത്, ഈമാനും ജീവിതവും തമ്മിൽ ഉണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ റമദാനിന്റെ അമലുകളൊക്കെ പ്രത്യേകിച്ച് സ്വീകരിക്കുമാറാകട്ടെ. ഉപകാരപ്രദമായ വിജ്ഞാനം അല്ലാഹു വർദ്ധിപ്പിച്ചു മാറാകട്ടെ. ഈ നോമ്പെടുക്കാൻ കഴിയാത്ത രോഗികൾ നമ്മുടെ കുടുംബത്തിലൊക്കെ ഉണ്ടാവും, വീട്ടിൽ തന്നെ ഉണ്ടാവും. അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കും. രാവിലെ ഒരാളെന്നെ വിളിച്ച് പ്രത്യേകം ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടു. ക്യാൻസർ രോഗത്തിന്റെ, നമുക്കറിയാം രോഗത്തിന്റെ അവസ്ഥയൊക്കെ, വേദന സഹിക്കാൻ കഴിയില്ല, അതാണ്. അപ്പൊ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ആ സഹോദരന് വേദനയ്ക്ക് ആശ്വാസം നൽകി പറഞ്ഞത്. ഞാൻ മാനസികമായി തളർന്നിട്ടൊന്നുമില്ല, കാരണം എനിക്ക് മെഡിക്കൽ ഫീൽഡിലുള്ള ഒരാളാണ്. ഇതിങ്ങനെ എങ്ങോട്ടാ പോകണമെന്നൊക്കെ എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ ആ ആയുസ് ഉള്ളിടത്തോളം കുറച്ച് വേദനയ്ക്ക് ഒരു ശമനം കിട്ടിയാൽ നന്നായിരുന്നു. അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുന്നതാണ്. അതുപോലെ പറയാത്ത ധാരാളം ആൾക്കാരുണ്ട്. നമ്മളെല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർമ്മിക്കുക. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار